സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ എഫ് ടി ക്രാഫ്റ്റ്. സോ നമ്മൾ ഇന്നാണ് നമ്മളൊരു വീട് പണിയാൻ പോവാണ് ഗൈസ്. അതെ, ഒരു ചെറിയ വീട്. അതെ, നമ്മുടെ ഈ സീരീസ് മൊത്തം ചെറിയ ചെറിയ വീട്സ് ആയിരിക്കും ഗൈസ് ചെയ്യാൻ പോകുന്നത്. അതെ, ഓക്കെ. സോ അഥവാ ഗൈസ് നമ്മുടെ ഈ ബെഡ് റോക്കിൽ റീപ്ലേ മോഡില്ല. സോ വീഡിയോ എങ്ങനെ കാണിച്ചത് എനിക്കറിയില്ല. സോ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ലേ ഔട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് വീടിൻ്റെ ലേ ഔട്ട്. ഇനി ഇതൊക്കെയാണ് ലേ ഔട്ട്. ഇനി ഈ വീടുണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്തായാലും വീടിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കാണിട്ട് ഞാൻ ഈ പൊക്കത്ത് കയറിക്കുന്ന വെച്ചാൽ വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. സോ ഞാൻ കാണിച്ചു തരാം. അത്രയും കൂടെ വലുതായിട്ടൊന്നും നമ്മൾ ബംഗ്ലാവ് നിന്ന് വിട്ടേക്കാനുള്ള കഴിവ് എനിക്കുള്ളതൊക്കെ അറിയണം. കാരണം നമ്മളങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുതായിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടു. ഞാൻ എന്തായാലും കാണിച്ചു തരാം. 3, 1, 2 കാണിക്കില്ലടാ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ ഇതാണ് കേസ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ വീട്. കണ്ട, ഒരു ചെറിയ കുട്ടി വീട്. ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പം തൽക്കാലത്തേക്കുള്ളൊരു വീട് കേസ്. സ്റ്റാർട്ടർ ബേസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇത് മതി. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനത് ഇതിൻ്റെ പൊക്കൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ, സെറ്റ്. ഇനിയും ഫുള്ളൊന്ന് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ബേസ് കാണിച്ചതിൻ്റെ അല്ലേ, ബേസ് ഞാൻ കാണിച്ചിരാം. ഇതാണ് അപ്പോൾ സൈഡ് ഭാഗം. സൈഡ് ഭാഗത്ത് അങ്ങനെ വലുതായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ റൂഫ് നമ്മൾ ഡയറേറ്റ് വെച്ച് അടച്ചേക്കുന്നത് ഞാൻ പറയാൻ പറഞ്ഞായി. ബേക്കിത് ഒരു വഴി വെച്ചിട്ടുണ്ട് കേസ്. ഇവിടെ ഒരു ഡോർ വേ, അതായത് നമുക്ക് ഇവിടെ ഒരു ഡോക്കൊക്കെ സെറ്റ് നല്ല ലുക്കാക്കാൻ. ഇതൊരു ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വഞ്ചിയിലൊക്കെ വേണമല്ലേ. ഇവിടെ നമ്മളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇത്തിരി സ്റ്റേയേഴ്സ് വെക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത്തിരി സ്റ്റേയേഴ്സ് വെക്കണം. ഉള്ളിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലത്തെ ഒന്നും ചെയ്തിട്ടില്ല കേസ്. ഇതേക്കണ്ട, ഒന്നും വെച്ചിട്ടില്ല. നിൽക്കും കൂടി കാണിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് പുറത്തേക്ക് നോക്കാൻ. കണ്ടാ, അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിൽഡ് വെക്കണമെങ്കിൽ അവിടെ കാണാനൊക്കെ വെച്ചു. സെറ്റാണ്. ചെറിയൊരു വീട്. കണ്ട, ചെറിയൊരു സ്ഥലം മതി. സ്റ്റാർട്ടർ ബേസ് അല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡൊക്കെ ചെയ്യാം. വീടൊക്കെ നമ്മൾ മാറ്റി ഇവിടെ ഫർണസ് വെച്ചിട്ടുണ്ട്, നമുക്ക് എടുത്തേക്കാം. ഇനി ഇവിടെ നമുക്ക് മേളിക്ക് പോകാൻ വേണ്ടി ഒരു വഴി സെറ്റാക്കണം കേസ്. നമുക്ക് ഇപ്പം സെറ്റാക്കാം. ജംഗിളിലൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം കഴിച്ച്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്പൈറൽ പോലെ ഈ സ്ലാബ് ഓൺ സെറ്റ് ആക്കണം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓരോട് വെച്ച് സെറ്റ് കേസ്. ഇപ്പം സെറ്റ് ആയിട്ട് ഇനി ഇവിടെ ലാഡർ എല്ലാം സെറ്റ്. ഇനി നമുക്ക് സുഖമായിട്ട് കയറി പോവാം. തലയൊന്നും മുട്ടണൊക്കെ സെറ്റ്. ഇതാണ് കേസ്. ഇവിടെ നമ്മളാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബിൽഡ് വെക്കണം. അടിയിൽ ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് സ്റ്റേഴ്സ് കണ്ട, ഒരു സ്പൈറൽ പോലെ വളഞ്ഞ് നമ്മൾ കയറണണ്ട. ഇതാണ് കേസ് ഞാൻ അവിടെ ഉദ്ദേശിക്കണ്ട. ഒരു വളവ് വളങ്ങനെ കയറും. നേരെ കയറിങ്ങാട്ടി അതങ്ങനെ വളഞ്ഞ് മേടി കയറുന്ന ആ ഡ്രസ്സല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ലാഡർ വഴി ഇങ്ങനെ സുഖമായിട്ട് കയറാം. ഇനി നമുക്ക് ഇവിടെ സാധനത്തിൽ ബിൽഡ് ചെയ്യണം കേസ്. അതിൻ്റെ ഈ ഒരു ഐഡിയയിൽ സംഭവം വന്നിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം. ഈ റൂമാണ് കേസ് നമ്മുടെ ബെഡ്റൂം. സോ ഇവിടെ ഒരു ബെഡ് ഇട്ടേക്കോ. 2 ബ്ലോക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു ബെഡും കൂടി വേണം കേസ്. അല്ലെങ്കിൽ ഒരു ബെഡും കൂടി സിമിറ്റർ സെറ്റ് ആയി. ഒരു ബെഡും കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ ഒരു ബെഡും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇവിടെ വെച്ച സെറ്റ് കണ്ട ഒരു സിമിറ്ററായി. നമുക്ക് ഇത്തിരി ഇത് ബ്യൂട്ടിഫിക്കേഷൻ ആണ് കേസ്. ബ്യൂട്ടിഫിക്കേഷൻ അതിന് നമുക്കിപ്പോൾ സ്ലാബ് വെച്ച് രസം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ എന്തിപ്പോൾ ഇവിടെ ഇങ്ങനെ 2 സ്ലാബ് വെച്ച രസം ഉണ്ടാവും. വെച്ചോട്ടെ. ഒരു ബെഡ് എടുത്ത് ഇവിടെ. അത് പക്ഷെ എത്ര രസം തോന്നലടാ. ഇല്ല, എങ്ങനെയാന്ന് വെച്ചിട്ട് ഒരു രസം തോന്നില്ല. നമുക്ക് മറ്റേ ട്രാപ്പ് ഡോർ വെച്ചോക്കാം. അത്ര രസം ഉണ്ടാവുക. ട്രാപ്പ് ഡോർ വെച്ചോക്കട്ടെ. ഇങ്ങനെ ഒരെണ്ണം ഇവിടെ വെച്ചാൽ ഒരെണ്ണം ഇവിടെ. ഇതല്ല രസം. അടിക്ക് ഇങ്ങനെ എടുക്കണ പോലെ. ഇതാണ് രസം കേസ്. ഇറ്റും കൂടി ട്രാപ്പ് ഡോർ ഉണ്ടാക്കട്ടെ. സൈഡിലും കൂടി വെക്കാം. ഓക്കെ, 2 ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇവിടെ വെച്ചേക്കാം. കണ്ട, ഇതൊരു നല്ല രസം കാണാൻ. ഇപ്പൊ ഇത്തിരി ലുക്കായി. നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് അവിടെയും കൂടി 2 ട്രാപ്പ് ഡോർ വയ്ക്കാം. ഈ ട്രാപ്പ് ഡോർ ഇവിടെയും കൂടി വെച്ചാൽ ഓക്കെ, എല്ലാം സെറ്റ്. ഇപ്പം ലുക്കായില്ല, ഇപ്പം ലുക്കായി. ഇനി നമുക്ക് ഇത്രയും കൂടി ബ്യൂട്ടിഫിക്കേഷൻ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ട്. അതിന് തന്നെ ഈ ഷെൽഫ് ഇത് പുതിയ അപ്ഡേറ്റ്സ് ആണ് ഗൈസ്. അതും കൂടി എടുത്തിട്ട് ഒരു ഐഡിയ പോലെ നമുക്ക് ഇവിടെ വരണം. പിന്നെ ഇപ്പം എന്താ ചെയ്യാ, ലാഡർ എടുക്കുക. ഇവിടെ കൂട്ടി നോട്ടെ. ഇവിടെയും കൂട്ടി നോട്ടെ. ഓക്കെ, ഇപ്പൊ രസമില്ലടാ. ഇപ്പൊ ഒരു വെറൈറ്റി ലുക്കായി. ഇതൊരു ചെയ്യാത്ത സാധനം അവൻ്റെ ഐഡിയ എന്താണ് ഗീസ്. ഇപ്പൊ ലാഡറോടെ കയറാനൊന്നും പറ്റില്ല. ഒരു ഭംഗിക്ക് അവിടെ നോട്ടെ. ഇപ്പൊ വെറൈറ്റി എന്തോ ഒരു ഡിസൈൻ പോലെ ആയി. ഇപ്പോ സെറ്റായി. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സാധനം എടുത്തിട്ട് ഇവിടെ തന്നെ വെക്കാം. ഒരു ടോർച്ച് എടുത്തിട്ട് ടോർച്ച് വെച്ച രസം ഉണ്ടാവോ? ഒരു ഐഡിയ കിട്ടണല്ലോ.
ടോർച്ച് നിൽക്കുന്ന കത്തിക്ക് ഇപ്പൊ ടോർച്ച് ചെയ്യാം ഗൈസ്. പിന്നെ എന്തെങ്കിലും നമുക്ക് മാറ്റാം. ഇവിടെ നോട്ടെ വരണം. അതോ അവിടെ നമുക്ക് വേറെ ഡിസൈൻ വേണോ? ഇവിടെ വേണ്ടാ ചരമ്പാവും. ഇവിടെ ഇരുന്നോട്ടെ. ഇതാ പിന്നെ മൂലക്ക് കൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ ടോർച്ച് വെക്കാൻ പറ്റാനുള്ള ഇവിടെ ഉള്ളോണ്ട പൊട്ടത്ര കേട്ടാ. ഓക്കെ ബൈ. ഇന്റീരിയർ പണിയെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവസാനം തലയെല്ലാം തൊപ്പി ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വാതിൽ തുറന്ന് ഞാൻ ഫുള്ളൊക്കെ ഡീറ്റെയിൽ ഇട്ട് കാണിച്ചു തരാം. എടാ വൈറ്റ് അവൻ അറ്റാക്ക് ചെയ്യണല്ലേ? നമുക്ക് പുതിയ ഫ്രണ്ട് ഇട്ടാ. അയ്യോ ഇതിന്റെ സുഖല്ലേ എന്നെ പിടിച്ച് ഭ്രാന്ത്. എടാ ഇവൻ അറ്റാക്കാനുള്ള ബഗ്രോക്ക് കളി തുടങ്ങി മക്കളെ. അയ്യോ നമ്മുടെ കൂടെ നമുക്കൊരു കൂട്ടുകാരുണ്ട് ഗൈസ്. ഒന്നും ചെയ്യണ ഇവനിപ്പോ ഇവിടുത്തെ നിർത്താൻ നമുക്ക് നമ്മള് നോക്കിക്കണ്. നമ്മുടെ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരാണുള്ള. അതെ അയ്യോ അറ്റാക്ക് പറ്റിയ ആളാണ്. എന്താ ബഗ്ഗാ ബഗ്രോക്കിന്റെ ബഗ്. എടാ അവൻ അവിടെ കേറിക്കണ്. തമ്പി കീറങ്ങപ്പാ. അവരവിടെ നിൽക്കട്ടെ ഗൈസ്. നമുക്ക് ഇവിടെ കാണിച്ചില്ല ഗൈസ്. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 ചെസ്റ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടോ 2 ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ എങ്ങനെ ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ച് നമുക്ക് കാണാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാം ഗൈസ്. പിന്നെ കണ്ട ഇവിടെ ഒരു പെയിന്റിങ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു തലയിൽ ഡിസൈൻ പോലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട സാധനങ്ങളൊക്കെ വെച്ച് കണ്ട. പിന്നെ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. അതിൻ്റെ വേണ്ടി ഞാൻ ഇവിടെ 2 സ്ലാബ് വെച്ചാണ്. അപ്പൊ ഇതിപ്പോ വെയിറ്റ് ഒക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മള് ഈ ലൂട്ടൊക്കെ ഇവിടുന്ന് സ്റ്റോണൊക്കെ ഇവിടുന്ന് ഇട്ട് കാണിച്ചിട്ടേ കാണിച്ചു തരാം. ബാ ഈ തൊള്ളകളൊക്കെ ചേർത്ത് കേറ്. കണ്ടാ എന്റെ പൊന്നു ഇത് ഇങ്ങനെ ആയതില്ല. ഇവിടെ ഫുള്ള് നമ്മള് കുഴിയും ഇതൊക്കെ ഡയറക്റ്റൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാനായിട്ട് നമ്മളിത് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കേസ്. ഇവിടെ പിന്നെ കോബിൾ സ്റ്റോണൊക്കെ നമ്മളിത് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കേസ്. കാരണം ഇങ്ങനെയാണ് നമ്മള് സാധനങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ കേസ് പൊട്ടിച്ച സ്റ്റോൺ കൊണ്ട് നമ്മൾ സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇവിടെയും കൂടെ വെച്ചാൽ കേസ്. ഇപ്പോൾ കണ്ട ഇപ്പോഴാ ഒരു ലുക്ക് കിട്ടിയ. നേരത്തെ വെറുതെ പ്ലെയിൻ ആയിട്ട് എടുക്കായിരുന്നു. ഇപ്പോൾ കണ്ടായി അവിടെ നിന്ന് വെക്കേണ്ട ആവശ്യമില്ല. നല്ല നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 വെച്ചേക്കാം. ഇത് നമുക്ക് എന്തെങ്കിലും ഇറങ്ങി വരുന്ന ഏരിയ കൊണ്ട് ഇവിടെ വെച്ചേക്കാം. ഇവിടെ വെറുതെ വെച്ചേക്കാം 2. ഓക്കെ ഇപ്പോൾ അതും കൂടി ക്ലീനായി. ഇനി മേളത്തെ മാറ്റാം കേസ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണം ഈ അടുത്തായിട്ട്. അവിടെ പക്ഷെ വെക്കാൻ വേണ്ടി ഒന്നും ഐഡിയ ഉണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണം. ഓക്കെ എന്തായാലും നമുക്ക് മേളിക്ക് മാറാം. കൊച്ചർക്ക ഇത്തിരി നീ ഓക്കെ അവന് നമ്മൾ സെറ്റുണ്ട്. നമുക്ക് മേളിക്ക് കയറാം. എന്താ ഡാൻസ് കളിക്കണം അവിടെ കിടന്നിട്ട് കേറാക്കൊണ്ട്. ഓക്കെ കണ്ടപ്പോൾ ലുക്ക് അവിടെ നമ്മളൊരു പെയിന്റിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് സെറ്റല്ല നല്ലൊരു ലുക്ക് പോലെ ആക്കിയിട്ട് ഇപ്പോൾ നല്ല ലുക്കായി. പിന്നെ അവിടെ വ്യത്യാസങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. ഇതൊക്കെയാണ് അവിടെ പരിപാടികൾ. നമുക്ക് ഇനിയും കൂടി ഇത്തിരി കൂടി ഭംഗിയാക്കാൻ പറ്റും വേണമെങ്കിൽ. ചേടാ ഒന്ന് റെക്കോർഡ് ചെയ്ത കേസ്. നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആ ഡ്രോണില്ല കേസ് നടന്നോണ്ടിരുന്ന അവന് നമ്മൾ അറിയാണ്ട് മേളിന്ന് നമ്മൾ ചാഴാണ് കേസ്. ക്ലിക്ക് ചെയ്ത് അവൻ കൊന്നു. അവന്റെ ഓർമ്മയ്ക്കായിട്ട് അവൻ ട്രൈഡന്റ് ഡ്രോപ്പ് കേസ്. അവന്റെ ഓർമ്മയ്ക്കായിട്ട് ട്രൈഡന്റ് നമ്മളൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കേസ്. ഡ്രൗൺ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അയ്യോ പാവൻ ഡ്രൗണിനായിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയണം കേസ്. പാവൻ ഡ്രൗൺ അറിയാണ്ട് കൊണ്ട ഗെയിമിന്റെ ബഗ്ഗായിരുന്നു. അയ്യോ ചേട്ടാ ഇവിടെ നോക്കി എനിക്ക് വിഷമോടാ. അവന്റെ ട്രൈഡന്റ് അവ ഇത്ര നടന്നുള്ളത് ട്രൈഡന്റ്. അയ്യോടാ സങ്കടം വരുന്നു കേസ്. ഈ എപ്പിസോഡിൽ അവസാനം ഇങ്ങനെയായി. എന്തിനാട്ടെ. സോ നമ്മളിത് ഇവിടെ ഇങ്ങനെ ബിൽഡ് ചെയ്യേണ്ട കേസ്. പിന്നെ ഞാൻ ഇവിടെ ഒരു പേര് ചെയ്യേണ്ട കേസ്. അത് നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലുണ്ടാവും. ബ്രിട്ടോണാണ് അയച്ചത്. ബ്രിട്ടോൺ വെച്ചാൽ എൻ്റെ ഫ്രണ്ടാണ് കേസ്. അവനാണ് എന്നോട് ഈ സീരീസ് തുടങ്ങാനെ പറഞ്ഞത്. അവൻ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മീനിക്കുട്ടിന്ന് ഇവിടെ ചെയ്യേണ്ട കേസ്. പിന്നെ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ചെക്കുണ്ടെങ്കിൽ നമ്മൾ ഈ സീരീസ് തുടങ്ങാനില്ലായിരുന്നു. സോ അവൻ്റെ സപ്പോർട്ട് കാരണം ആണ് നമ്മൾ തുടങ്ങിയത്. സോ അവൻ്റെ പേര് എഴുതാണ്ടിരിക്കുന്ന മോശമാണെന്ന് വെച്ചാൽ അവൻ്റെ പേര് എഴുതുന്നു കേസ്. സ്നേഹം മാത്രം. സോ നമ്മുടെ വീട് ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റാണ്. സോ നിങ്ങളുടെ പേര് ഞാൻ ഇതുവരെ ഒരു സബ്സ്ക്രൈബേഴ്സ് ബോർഡ് പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഉണ്ടാക്കി. നിങ്ങളുടെ പേര് എഴുതുക. ആരും പേടിക്കണ്ട. സോ നിങ്ങളുടെ പേര് ഇപ്പോൾ തൊട്ട് തന്നെ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോ. ഞാൻ എഴുതാം. പിന്നെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട്. ഇന്റീരിയർ വർക്ക് ഫുൾ കഴിയുന്നുണ്ട്. ഇനി എക്സ്റ്റീരിയർ ഒത്തിരി കലാപരിപാടികളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് അടുത്തൊരു വീട് സെറ്റാക്കാം. പിന്നെ ഒരു ഇതൊക്കെ സെറ്റാക്കണം. അതായത് നമുക്ക് അടുത്തൊരു വീടിൽ കാണാം.